ഹായ് ഫ്രണ്ട്സ്, റിയൽ ആർടെക്കിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കണ്ണഞ്ചിപ്പിക്കുന്ന ഒപ്റ്റിക്സിലെ ചില പരീക്ഷണങ്ങളാണ്. ഇന്ന് ഓണമാണ്. അപ്പോൾ ഈ ഓണത്തിന്റെ ഒരു അവസരത്തിൽ നമ്മളൊരു ഗീവ് അവേ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുകയും ഇതിൽ എത്ര തവണ ഒപ്റ്റിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് കമന്റ് ചെയ്യുകയും ചെയ്തിട്ട് അതിന്റെ ഒരു സ്ക്രീൻഷോട്ട് ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പറഞ്ഞിട്ടുള്ള ഒരു ഇമെയിൽ ഐ ഡിയിലേക്ക് അയച്ചു തന്നാൽ ഒരു സർപ്രൈസ് ഗിഫ്റ്റ് അയച്ചു തരുന്നതായിരിക്കും. പ്രകാശത്തിന്റെ സ്വഭാവ സവിശേഷതയെക്കുറിച്ച് പഠിക്കുന്ന ഒരു ഭൗതിക ശാസ്ത്ര ശാഖയാണ് ഒപ്റ്റിക്സ് എന്ന് പറയുന്നത്. പ്രകാശം നേർരേഖയിലാണ് സഞ്ചരിക്കുന്നത്. ഈ പ്രകാശം പ്രതലങ്ങളിൽ തട്ടി പ്രതിഫലിപ്പിക്കുമ്പോഴും അതുപോലെ ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോഴും അത് വളയുന്നു. അതിനെക്കുറിച്ച് നമുക്കൊന്ന് പരീക്ഷണത്തിൽ കൂടി ഒന്ന് ചെയ്തു നോക്കാം. പ്രകാശത്തിനെ വളയ്ക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ലെൻസും മിററും അതുപോലെ പ്രിസവും ഉപയോഗിച്ചാണ്. നമുക്ക് എന്താ പറഞ്ഞു, അത് ഗ്ലാസ് കൊണ്ട് ഉണ്ടാക്കിയ ഒരു കട്ടയാണ്. നമുക്കത് കാണാം, കുറച്ച് കഴിയുമ്പോൾ കാണാം. ഓക്കെ, അതിനായി നമുക്കൊരു ലൈറ്റ് സോഴ്സ് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ നമുക്ക് വർക്ക്ഷോപ്പിലേക്ക് പോയാലോ? ലൈറ്റ് സോഴ്സ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമ്മളൊരു ബോക്സ് എടുത്തിട്ടുണ്ട്. അതുപോലെ 3 ലേസർ എടുത്തിട്ടുണ്ട്. 3 ലേസർ, ഒരു ബാറ്ററി, പിന്നെ ഒരു സ്വിച്ച്. ഇതാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. നമ്മളതിൽ നമുക്ക് ലെൻസ് തന്നിട്ടുണ്ട്. ലെൻസിന്റെ സൈസ് അനുസരിച്ച് ഇത് ലേസർ ഫിറ്റ് ചെയ്യാം. ലെൻസിന്റെ സൈസ് അനുസരിച്ച് നമുക്ക് ലേസർ ഫിറ്റ് ചെയ്യാം. നമുക്ക് ചെയ്യാം. ലൈറ്റ് സോഴ്സ് ഫേസ് ചെയ്യാനായിട്ട് നമുക്ക് സ്വിച്ച് വെക്കാനൊക്കെ ആയിട്ട് ഒരു ബോർഡ് ഉണ്ടാക്കിയെടുക്കാം.
സൂപ്പർ ലൈറ്റ് അടിക്കണ്ട അടിക്കണ്ട് വീഡിയോയിലേക്ക് പുതിയ ഒരാളുകൾ വന്നിട്ടുണ്ട്, നമ്മുടെ നോഹക്കുട്ടൻ. കേട്ടില്ലേ? ഇതിന്റെ ഇത് നമ്മളിപ്പോ വെച്ചിരിക്കുന്നത് കോൺവെക്സ് ലെൻസ് ആണ്. ഈ കോൺവെക്സ് ലെൻസ് ഇങ്ങനെ വെച്ച് കഴിയുമ്പോ നമ്മുടെ ലൈറ്റ് അത്ര പെർഫെക്റ്റ് ഒന്നല്ല, കണ്ടില്ലേ? അതിനെ വളച്ച് അതിനെ ഒരു പോയിന്റിലേക്ക് കൊണ്ടുവരും. ഇല്ലാണ്ട് വരില്ല, ഇല്ലാണ്ട് ജോയിന്റ് ആയി പറഞ്ഞത് അത് മിസ്റ്റേക്ക് ആയ കാരണം, ലൈറ്റ് മിസ്റ്റേക്ക് ആയ കാരണം. പക്ഷെ ഇത് വീഡിയോയിൽ കിട്ടുന്നില്ല കറക്റ്റ് ആയിട്ട്. വീഡിയോയില് കുറച്ചൊക്കെ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇതിനെയാണ് കോൺവെക്സ് ലെൻസ് എന്ന് പറയുന്നത്. കണ്ടാ, ഇതാണ് കോൺവെക്സ് ലെൻസ് എന്ന് പറയുന്നത്. തീ വരും. ശരിയാവില്ല, എല്ലായിടത്തും ആണ്. കണ്ടാ, ഇതാണ് കോൺവെക്സ് ലെൻസ്. ഇതാണ് കോൺവെക്സ് ലെൻസ്. ഇതിന്റെ ജോയിന്റ് ആവുന്ന സ്ഥലല്ലേ, അതിനെ ഫോക്കസ് എന്ന് പറയും. ഈ ലെൻസിന്റെ ഫോക്കസ് ആണ്. ഈ ലെൻസിൽ നിന്ന് ഇവിടെ വരെ വരുന്നതിന് ഫോക്കൽ ലെങ്ത് എന്ന് പറയും. ഇനി നമുക്ക് കോൺകേവ് ലെൻസ് വയ്ക്കാം. അത് സ്ട്രെയിറ്റ് ലൈൻ അല്ലേ, ഇത് ജോയിന്റ് ആണോ? നീ കണ്ടില്ലേ? കണ്ടില്ലേ? ഇവിടെ ജോയിന്റ് ആണോ? കണ്ടില്ലേ? കണ്ടാ, ജോയിന്റ് ആണോ? കണ്ടില്ലേ? ഇവിടെ മാറ്റി കഴിഞ്ഞാൽ ജോയിന്റ് ആവില്ല, സ്ട്രെയിറ്റ് ലൈൻ അല്ലേ. പൊട്ടിക്കരുതല്ലോ, അതവിടെ അത് സ്പ്ലിറ്റ് ആയി പോണതാ. പിന്നെ നമ്മുടെ ലൈറ്റ് സോഴ്സ് അത്ര ഭംഗിയിലല്ല ഇരിക്കുന്നത്, അതുകൊണ്ടാണ് അത് കറക്റ്റ് ആയിട്ട് ജോയിന്റ് ആവാത്തത്. ഈ ഒരു പോയിന്റ് ആണ് ഈ ലെൻസിന്റെ ഫോക്കൽ പോയിന്റ് എന്ന് പറയുന്നത്. ഇതിനെ ഫോക്കസ് എന്ന് പറയുന്നത് ഈ പോയിന്റ്. ഇവിടെ അതിന്റെ ഇത്ര ദൂരം ഫോക്കൽ ലെങ്ത്. ഓക്കെ, അടുത്ത് നമുക്ക് കോൺകേവ് ലെൻസ്. അടുത്ത് നമുക്ക് കോൺകേവ് ലെൻസ് പരിശോധിച്ച് നോക്കാം. ഇതാണ് കോൺകേവ് ലെൻസ്. ഇതാണ് കോൺകേവ് ലെൻസ്. വണ്ണം കൂടുതലാണ്, ഉള്ളിലേക്ക് കുഴിഞ്ഞിട്ടായിരിക്കുക. ഇത് പുറത്തേക്ക് ഉന്തിയിരിക്കുന്ന ലെൻസാണ്. ഇതാണ് കോൺവെക്സ് ലെൻസ്. കോൺവെക്സ് ലെൻസ് പുറത്തേക്ക് തള്ളിയിരിക്കുന്ന ലെൻസാണ്. അപ്പൊ അത് വേറെ എഫക്റ്റ് ഉണ്ടാവും. ഇത് എന്റെ എഫക്റ്റ് നമുക്ക് നോക്കാം. ഓക്കെ, കോൺകേവ് ലെൻസിന്റെ എഫക്റ്റ്. ഓക്കെ, പക്ഷേ തന്നെയാണ് ഈ കോൺകേവ്. അത് തന്നെയാണ് കോൺകേവ് ലെൻസിന്റെ എഫക്റ്റ്. മുകളിലോട്ട് തള്ളി പോവാ, അല്ലെങ്കിൽ
കോൺവെക്സ് ലെൻസ് കോൺവെക്സ് ഉണ്ടല്ലോ ഫുൾ ജോയിന്റ് ആവും. ആ ജോയിന്റ് കോൺവെക്സ് ജോയിന്റ് ആവും. കോൺകേവ് ഇങ്ങനെ അകന്നു പോകും. ചില സമയത്ത് ഈ മാഗ്നറ്റ് എടുത്ത് പിടിക്കുമ്പോൾ തീ വയറുണ്ട്. ഇതിന്റെ ഫോക്കൽ പോയിന്റ് വരുന്നത് ഇതിന്റെ ബാക്കിലായിരിക്കും. ഇവിടെ ആയിട്ടായിരിക്കും ഫോക്കൽ പോയിന്റ് വരിക. അവിടുന്ന് ഇവിടെ വരെയുള്ള ദൂരമാണ് ഫോക്കൽ ലെങ്ത്. കണ്ടോ? പപ്പ എനിക്കിപ്പോ ഒരു കാര്യം മനസ്സിലായി. ഇങ്ങോട്ട് വന്നോണ്ടിരിക്കുമ്പോളേ ഈ ലേസർ ലേസിന്റെ ഈ സാധനം ഉണ്ടല്ലോ ഇത് ചെറിയതായിരുന്നു. ഇതിപ്പോ ഈ കോൺക്രീറ്റ് ആയപ്പോ കോൺകേവ് ആയപ്പോ വലുതായില്ലേ? വലുതായി വികസിച്ച് അങ്ങോട്ട് പോവാ. ഇതിന്റെ ഫോക്കൽ ലെങ്ത് ഇതിലേക്ക് വരിക. മാറ്റം ഒന്നും ഉണ്ടാവില്ല. അപ്പുറത്തൊക്കെ അതെ, ഇത് കോൺകേവ് മിററാണ്. ഇത് ഉള്ളിലേക്ക് കുഴിഞ്ഞിരിക്കുന്ന കോൺകേവ് മിററാണ്. ഉള്ളിലേക്ക് കുഴിഞ്ഞിരിക്കുന്ന കോൺകേവ് മിററാണ്. ഓക്കെ, അത് കോൺവെക്സ് മിററാണ്. ഇത് പുറത്തേക്ക് തള്ളിയിരുന്നത് കോൺവെക്സ് മിററാണ്. കോൺകേവ് മിററാണ്. കണ്ടില്ലേ? അത് ജോയിന്റ് ആവും. ഇതിപ്പോ ചെറിയതായിട്ടല്ലേ പൊട്ടിക്കരുത്. ഇങ്ങോട്ട് പോണം. മറ്റേ ഇതില്ലേ ചില സിനിമയിലെ ഈ ഷീൽഡ് പിടിച്ചിട്ടേ ഇങ്ങനെ ഒരു പവർ ലേസറിലേക്ക് വന്നിട്ട് ഇങ്ങനെ എടുത്ത് തിരിച്ച് ഇങ്ങനെ പോകണ പോലെ അതുപോലെ ഇടന്ന് പുക വിടുമ്പോ പുക ഇങ്ങോട്ടാക്കുമ്പോ അങ്ങനെ നോക്ക്, നമ്മളിപ്പോ കോൺകേവ് മിറർ വെച്ചിരിക്കുന്നേ. കോൺകേവ് മിറർ കോൺകേവ് മിറർ എങ്ങനെയാ വന്നേക്കാൻ നോക്കി. അതിവിടെ തട്ടിയിട്ട് അവിടെ പോയി അവിടെ ജോയിന്റ് ആവും. അത് അവിടെ നിന്ന് സോഴ്സ് അല്ലേ, സോഴ്സിൽ നിന്ന് വരുന്നത് കണ്ടോ? അത് ഈ മിററിൽ തട്ടിയിട്ട് അവിടെ ചെന്നിട്ട് അവിടെ ജോയിന്റ് ആവും. കണ്ടോ? കണ്ടില്ലേ? കണ്ടില്ലേ? അത് അവിടെ ജോയിന്റ് ആവണത്. ഇനി നമുക്ക് കോൺവെക്സ് മിറർ ഇതിലേക്ക് വെച്ച് നോക്കാം കേട്ടോ. കോൺവെക്സ് മിറർ വെച്ചിട്ട് എന്തായി? കോൺവെക്സ് മിറർ വെച്ചിട്ട് എന്തായി? ജോയിന്റ് ആയില്ല, അതിങ്ങനെ അകന്നു പോവുകയാണ്.
ശരിയല്ലോ, ഇതിൽ പുറത്തുള്ളതാ അതിലൂടെ അറിയുന്നു. കണ്ടില്ലേ? കോൺവെക്സ് കൊണ്ട് അങ്ങനെ അകന്നു പോകും. ഇങ്ങനെയാണ്, ഇതൊക്കെയാണ് ഈ ലെൻസും മിററും വെച്ചിട്ടുള്ള പരീക്ഷണം. നമുക്ക് ഇനി ഒരു പ്രിസം കൂടി ഉണ്ട്. അത് നമുക്ക് ലൈറ്റ് സോഴ്സ് വെച്ചിട്ട്, വേറെ ലൈറ്റ് സോഴ്സ് വെച്ചിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്കൊന്ന് ചെയ്ത് നോക്കാം, ശരിയാവും അറിയില്ല. ഇതാണ് പ്രിസം എന്ന് പറയുന്നത്. ഇത് ലൈറ്റിനെ വളയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ്. സക്സസ് ആവുന്ന അറിയില്ല. ഇതിന്റെ മുന്നിൽ ക്രോസ് പറയുന്നില്ല. കണ്ടില്ലേ? ആ നേരെ പോണ ലൈറ്റ് എവിടേക്കാ പറഞ്ഞ നോക്കിയത്? താഴത്തേക്കല്ല പോണേ. നേരെ പോണെന്ന് പറഞ്ഞാൽ താഴത്തേക്കല്ല പറഞ്ഞ നോക്കിയത്. കണ്ടില്ലേ? അതാണ് ലൈറ്റിനെ വളയ്ക്കുന്നത്. ലേസർ ഉപയോഗിച്ച് പ്രിസത്തേല് അങ്ങനെ കാര്യമായിട്ടൊന്നും പറയാനില്ല നമുക്ക്. ഇത് ഇങ്ങനെ ലൈറ്റിനെ വളയ്ക്കുന്നുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. ലേസർ ഉപയോഗിച്ച് വെക്കുമ്പോൾ ലൈറ്റിനെ കൊണ്ട് വളയ്ക്കുന്നുണ്ട്. ഇത് കണ്ടില്ലേ? നേരെ പോകുന്ന പോലെ താഴത്തേക്ക് വരണുണ്ടോ? കണ്ടോ? അതാണ് ലൈറ്റിനെ വളയ്ക്കുന്നത്. അത് ഒരെണ്ണം, മൂന്നെണ്ണല്ലേ? അടിയത്തെ രണ്ടെണ്ണം മാത്രമേ കാണാൻ പറ്റുള്ളൂ. അപ്പൊ ഇതാണ് പ്രിസത്തിന്റെ പ്രോപ്പർട്ടി വരുന്നത്. പ്രിസത്തിന്റെ ഇതാണ് പ്രിസത്തിന്റെ. പിന്നെ പ്രിസത്തിന് വേറൊരു പരിപാടി ഉണ്ട്. അത് നമുക്ക് കാണിക്കാൻ പറ്റുന്ന അറിയില്ല. അതല്ലേ ഞാൻ ഒരു കാര്യം വേണ്ടി കണ്ടു. നേരത്തെ ഉണ്ടല്ലോ ഇവിടെ ഒരു സ്ക്വയർ ഷേപ്പിലൊരു സാധനമാണ്. ഇതുണ്ടോടാ മുകളിലൊരു ഒരു കണ്ടോ? ഇത് കണ്ടോ നീ? പപ്പ ഇത് നോക്ക്. മഴവില് പോലെ ക്രിസ്തം കണ്ടില്ലേ? താഴത്തേക്ക് ക്രിസ്തം താഴോട്ടാണ്. പിന്നെ ഇത് ലൈറ്റിനെ മറ്റേ മഴവില് പോലെ ആക്കി കാണിക്കും. അതിനുള്ള ലൈറ്റ് സോഴ്സ് നമ്മുടെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഇപ്പൊ ചെയ്യുന്നില്ല. ഇനി നമ്മുടെ കയ്യിലുള്ളത് ഒരു ഗ്ലാസ് കട്ടയാണ്. ഇതുകൊണ്ട് നമുക്ക് ശരിക്കും നോക്കാം. ഇതിലോട്ട് മരിക്കണം. ഇത് വലിയ മാറ്റങ്ങളൊന്നുമില്ല. ചെറിയൊരു വളവ് മാത്രമേ ഉള്ളൂ. ചെറുതായിട്ടൊന്നും വളയുണ്ട്. സ്ട്രേറ്റ് ആണ് പോകാൻ നോക്കി കേട്ടോ. രണ്ട് സൈഡിലേക്ക് പോകാം.
സ്പ്ലിറ്റ് ചെയ്ത പോലെ. ഈടോ ഈ ഒരു കാര്യം നോക്കോ ഇവിടെ സ്പ്ലിറ്റ് ചെയ്ത പോലെ കണ്ടില്ലേ? 3 അപ്പുറത്ത് 2 ഇപ്പുറത്ത് 7 ലേസർ ലൈറ്റ് പോണ പോലെ. കണ്ടോ? പപ്പ ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചു. പപ്പന്റെ കയ്യിൽ 7 ലേസർ ലൈറ്റ് പോലെ കണ്ടു. 7 ലേസർ ലൈറ്റ് കണ്ടില്ലേ? ഇതിവിടെ 3 വെച്ചിട്ടുള്ളൂ. നേരത്തെ 7 ലേസർ ലൈറ്റ്. ഫ്രണ്ട്സ്, നമ്മൾ അപ്പോൾ ഒപ്റ്റിക്സിലെ ചെറിയൊരു പരീക്ഷണങ്ങളാണ് കണ്ടിരിക്കുന്നത്. നമുക്ക് ഒപ്റ്റിക്സിൽ ഒരുപാട് വൈഡായിട്ട് പഠിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് ഇതിൽ ഒപ്റ്റിക്സിൽ. അപ്പോൾ ഗീവ് അവേയുടെ കാര്യം മറക്കണ്ട. വീഡിയോ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.